നെരിയാമംഗലം ജില്ലാ കൃഷിഫാമിൽ പുതിയ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് നടന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടപ്പിലാക്കിയ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ നബാർഡ് RDF 26-27 എന്നീ പദ്ധതികളിലൂടെ 30.94 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച് നടപ്പിലാക്കിയ 3 പ്രധാന പദ്ധതികൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി 10 കോടി രൂപയ്ക്കാണ് ട്രെയിനിങ് സെന്റർ, കുളങ്ങളും ചെക്ക് ഡാമുകളും, സ്മോൾ സ്കെയിൽ പ്രോസസിംഗ് യൂണിറ്റ്, ഹൈടെക് ഘടനകൾ, സമഗ്ര ടോപ്പോഗ്രാഫിക് സർവേ, നിരീക്ഷണ ക്യാമറ തുടങ്ങിയവയുടെ ഭൂരിഭാഗവും പൂർത്തിയായി കർഷക പരിശീലനത്തിനും ഗവേഷണത്തിനും ഉത്പാദന വർധനയ്ക്കും വലിയ പിന്തുണ നൽകുന്നു. നബാർഡിന്റെ RDF 26 അതിൽ 7.39 കോടി രൂപയ്ക്കാണ് ടിഷ്യൂ കൾച്ചർ ലാബ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, വൈദ്യുതീകരണം എന്നിവ പൂർത്തിയായിരിക്കുന്നത്. നബാർഡ് 27 13.55 കോടി രൂപയ്ക്കാണ് ഗസ്റ്റ് ഹൗസ്, ജലസംഭരണി, മെയിൻ്റനൻസ് ഷെഡ്, സ്റ്റോറേജ് റൂം, തൊഴിലാളി വിശ്രമ കേന്ദ്രം, സൂയിസുകൾ, സംരക്ഷണ ഭിത്തി, സൗരോർജ്ജ വേലി തുടങ്ങിയ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുന്നത്. കൃഷിക്കായി നമുക്ക് തീർച്ചയായും നമുക്ക് കൈവരിക്കാൻ കഴിയും. അതിനായി കൈകോർക്കുക. ഈ വിശ്വാസത്തോടെ കർഷകരോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് കൂടി ഉറപ്പു നൽകിക്കൊണ്ട് ഹൃദയം സന്തോഷത്തോടുകൂടി ഈ 5 പദ്ധതികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി. ഏകദേശം 31 കോടി രൂപയുടെ പദ്ധതികളാണ് നേര്യമംഗലം ഫാമിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. നേര്യമംഗലം ഫാമിന്റെ ഏകദേശം 250ഓളം ഏക്കർ സ്ഥലം. ഇത് ഈ നേര്യമംഗലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് മൂന്നാറിന്റെ ഒരു കവാടം എന്ന തരത്തിൽ വികസിച്ചു വരുന്ന ഒരു പ്രദേശം കൂടിയാണ് നേര്യമംഗലം. ചടങ്ങിൽ കോതമംഗലം MLA ശ്രീ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു. ടിഷ്യൂ കൾച്ചർ ലാബ്, ഗസ്റ്റ് ഹൌസ്, ട്രെയിനിങ് സെന്റർ, പ്രോസസിംഗ് യൂണിറ്റ്, ഫാമിലെ ടോപ്പോഗ്രാഫിക് സർവേ, സർവെയിലൻസ് ക്യാമറകൾ, ചെക്ക് ഡാം എന്നിവയാണ് പുതുതായി നാടിന് സമർപ്പിച്ചത്. ഒരു കാലത്ത് കൊടും വനം പോലെ ദുർഘടമായിരുന്ന നേര്യമംഗലം കൃഷിത്തോട്ടത്തെ ഇന്ന് കാണുന്ന രീതിയിൽ സംസ്ഥാനത്തെ തന്നെ മികച്ച മാതൃകാ തോട്ടമാക്കി മാറ്റിയെടുത്ത ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും പ്രശംസിച്ച് കൃഷിമന്ത്രിയും കോതമംഗലം MLAയും ചടങ്ങിൽ പ്രശംസിച്ചു. മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന നൂതനമായ ആശയങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നും മുന്നോട്ട് പോകണം. അതിന് എല്ലാവരുടെയും ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ കൂട്ടായ്മ തുടർന്നും ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ദീപ ITO പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോർജ്, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷൈജോ പറമ്പി, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുക്താർ PA, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സൗമ്യ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി പ്രിയങ്ക ടോമി, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ അലിയാർ PK, KLDC പ്രൊജക്ട് എഞ്ചിനീയർ ശ്രീ ഷാജി, ശ്രീ KE ജോയി, ശ്രീ സിറിൽ ദാസ്, ശ്രീ PM ശിവൻ, ശ്രീ KP വിജയൻ, ശ്രീ MP യാക്കോബ് തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് ശ്രീമതി ജാസ്മിൻ തോമസ് നന്ദി രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഉടൻ തന്നെ ജാഗ്രത ന്യൂസ് കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.